ഗൈസ് അലിമ്പുഴക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളപ്പോൾ പിറ്റേ ദിവസം വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ തേയിലത്തോട്ടത്തിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വന്നിട്ടുള്ളത് കണ്ടോ ഗൈസ്. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ കയറി ഇതുവരെ വന്നത്. അപ്പോൾ വണ്ടികളൊക്കെ കയറുന്നുണ്ടായിരുന്നു. റോഡായിരുന്നു അവിടെ. അപ്പോൾ റോഡായിരുന്നു അവിടെ. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ആയിരുന്നു നമ്മൾ വന്നത്. അവിടെ ഫുൾ തേയിലത്തോട്ടമാണ്. എന്താണ് നമ്മൾ പോണ വഴിക്കൊക്കെയാണ്. എന്നിട്ട് അവിടെ തേയിലത്തോട്ടം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കടന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വേണ്ട വണ്ടി കയറി വരണം കേട്ടോ. നമ്മൾ വണ്ടി കയറി തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകണം. നമ്മൾ പോയി വേറൊരു സ്ഥലത്ത് നമ്മൾ ഇതുപോലെ നിൽക്കണം. പക്ഷേ കണ്ടിട്ട് ഒരുപോലെ തന്നെ ഉണ്ടല്ലേ ഗൈസ്. ഇവിടെ കുറേ മഞ്ഞ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തിന്നാൻ നമ്മളൊരു തട്ടുകടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഭൂരിയും ഒരു കറിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നല്ല ഫ്രഷ് ക്യാരറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഭൂരി ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡാമെത്തി. ഡാമിൻ്റെ അവിടെ വലിയൊരു ലൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ നെറ്റ് ഒക്കെ നോക്കിയപ്പോൾ നമ്മുടെ മലേൻ്റെ സൈഡിൽ തന്നെയായിട്ടൊരു ഇതുപോലത്തെ ഒരു വള്ളം ഒക്കെ ആയിട്ട് ഞാൻ നന്നായിട്ട് അവിടെ നിന്ന് ഫോട്ടോ ഷൂട്ടൊക്കെ എടുത്തു. അവിടെ ഒരു ചെറിയൊരു ബോർഡ് ഉണ്ടായിരുന്നു. ചെറുതല്ല, നല്ല അത്യാവശ്യമുള്ള വലുപ്പമൊക്കെ ഉള്ളൊരു ബോർഡ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു അവിടെ. പിന്നെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയാണ് വെള്ളം പോകുന്നത് നന്നായിട്ട്. പിന്നെ നമ്മളൊരു ചെറിയൊരു ഗ്രീൻ സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ ഇങ്ങനെ പിന്നെ നമ്മൾക്ക് ആന സഫാരി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആന സഫാരി പോയി. അപ്പോൾ നമ്മുടെ ആനക്കുട്ടൻ കണ്ടില്ല നിങ്ങൾ? നമ്മുടെ ആനക്കുട്ടനെ നമ്മൾ ആ ചേട്ടന്മാർ പാക്ക് ചെയ്യുകയാണ് ഗൈസ്. നമുക്കൊന്ന് കാണാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ആ സ്ഥലത്തു നിന്നാണ് അവർ ഇങ്ങോട്ട് തിരിക്കും. അവിടെ ഒരു കോണി പോലെ ഉണ്ട്. അവിടെ കുറച്ച് ഇറക്കമാണ്. അവിടെ കയറിയിട്ട് കുറച്ച് നടന്നാൽ വീഴും. നമ്മൾ ചാടിയ വീഴും. അപ്പോൾ അവിടെ ആന നിർത്തും. ഈ ചേട്ടന്മാർ കയറും. ഫസ്റ്റ് ഒരു ഗ്രീൻ ഇട്ട് ആൾ ഇങ്ങനെ നീങ്ങാൻ പറഞ്ഞിട്ട് അവരും കയറും. കഴിഞ്ഞിട്ട് ചെറിയൊരു ഇതുപോലത്തെ ഒരു ചാക്ക് അതിൻ്റെ മേലെ വെക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബെഡില്ലേ അവിടെ ഇരിക്കണില്ലേ ഒരു ബ്ലാക്ക് കളർ ബെഡ്, അതിങ്ങണ്ട് എടുക്കും. നമ്മളാട്ടാ ഫസ്റ്റത്തെ ആൾക്കാർ. അപ്പോൾ ഇത് എടുത്ത് ആ ഗ്രീൻ സാധനം കാണുന്നില്ലേ, അതന്നെ ചേട്ടന്മാരങ്ങനെ വെട്ടെടുക്കുമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഗ്രീൻ സാധനം അവരെടുക്കാൻ പോകും. ഗ്രീൻ സാധനം അവരെടുത്തിട്ട് നന്നായിട്ട് അമർത്തി വെച്ചിട്ട് ബെൽറ്റ് ഉണ്ട് അവരിന് കെട്ടാൻ. അപ്പോഴല്ലേ ആടാണ്ടിരിക്കുള്ളൂ. അപ്പോൾ ബെൽറ്റ് ഇട്ടിട്ടില്ല. ഇനി ബെൽറ്റ് ഇടും അവർ. അപ്പോൾ കുറേ നേരം അവരെന്താ വെച്ചാൽ അങ്ങനത്തെ തിരിച്ചും ഇങ്ങനെ മുറുക്കിയിട്ടൊക്കെ വേണം ഇതിനെ വെക്കാം. അത് കഴിഞ്ഞിട്ട് വെക്കും. അവിടെ ചവിട്ടിയിട്ടാട്ടെ കയറുക. അത് വേണ്ട, അവിടെ ചവിട്ടാനുള്ളൊരിത് അവിടെ ചവിട്ടിയിട്ടാണ് കയറുക. അപ്പോൾ ഇതിൻ്റെ ആ വയറിൻ്റെ ഭാഗത്തൊരു കെട്ടിയിട്ടുണ്ടല്ലോ, അത് ടൈറ്റ് ചെയ്യും. കഴിഞ്ഞിട്ട് നമ്മൾ കയറാൻ പോവാണ്. ഇതാണ് അതിൻ്റെ ഇത് കണ്ടതേ. ഇതിലാണ് നമ്മൾ ചവിട്ടെന്ന് പറഞ്ഞ്. ഫസ്റ്റ് ഞാൻ വീഴാൻ പോയിട്ട് പിന്നെ പറഞ്ഞു ഞാൻ ഒറ്റക്ക് പോകാൻ എനിക്ക് ഇപ്പോൾ അങ്ങനെ ആക്കിന്ന് പറഞ്ഞിട്ട് കൈ ചൂണ്ടണേണ്. അപ്പം ഞാനങ്ങനെ വാപ്പ വാന്ന് വിളിക്കണ്ട. അപ്പം ഞാൻ വന്ന് ഇപ്പം ഞാൻ കയറുന്നു. വാപ്പാടെ അവിടെയാണ് ഞാൻ ഇരിക്കണത്. ഞാൻ ഇങ്ങോട്ട് വന്ന് ആദ്യമായിട്ടാണ് ഞാൻ ആനനെ തൊടുന്നത് തന്നെ കേട്ടോ ഗൈസ്. ആനപ്പുറത്ത് കയറുന്നതും ആനക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ്. ഞാൻ എന്തായാലും വിചാരിച്ചില്ല മൂന്നാർ പോയിട്ട് ആനപ്പുറത്ത് കയറുന്നു. കണ്ടോ ആനയുടെ ഫോട്ടോസാണ് ഗൈസ്.
അപ്പോൾ അതേ ആനക്ക് ഞാൻ ഫുഡ് കൊടുക്കാൻ ആന തുമ്പിക്കായി തുടങ്ങി ഗൈസ്. ഫുഡ് തരുമ്പോഴത്തേനും ആന തുമ്പിക്കായി വിടർത്തി ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഗൈസ് നമ്മളത് ഒരു കുട്ട എടുത്തു ഗൈസ്. ഞാൻ കൊടുക്കാൻ എത്തിക്കുന്നില്ല, ഞാനപ്പോൾ നീങ്ങി അപ്പോൾ എനിക്ക് ആ ഷോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആനനായിട്ട് മുടങ്ങിയിട്ട് നമ്മൾ കുതിരനെ കാണാൻ പോയി. കുതിര കാണാൻ പോയതല്ല, വയറ് കുതിര നിൽക്കുമ്പോൾ വണ്ടി നിർത്തി ഷൂട്ട് എടുത്താണ് ഗൈസ്. അപ്പോൾ പെസയിക്കാനായിട്ട് നല്ല ദേഷ്യത്തിലുള്ളത്, അതുകൊണ്ട് ഞാൻ ദൂരെ നിന്നത് കണ്ടതിൻ്റെ വയറ് എടുത്തിട്ട് കിടക്കുന്നത്. അപ്പം പെസയിക്കാനാണ് ആയെന്നറിയില്ല, പക്ഷെ വയറ് വീർക്ക് കണ്ടപ്പോൾ പെസയിക്കാനാണ് കൺപോസ്റ്റിൽ അറിയിക്കണം കേട്ടോ ഗൈസ്. കുതിര പെസയിക്കാനായിട്ട് ആണ്. പിന്നെ നമ്മളിത് കണ്ട സ്ഥലം തന്നെ നേരത്തെ കണ്ടില്ല. ഇപ്പോൾ ചെറിയ മൂന്നാറ് വെയിലില്ലാന്നൊന്നും പറയാൻ പറ്റില്ല, മഞ്ഞും കോടമഞ്ഞും വെയിലും അത്യാവശ്യമുണ്ട്. അങ്ങനെ അതേ വണ്ടികൾ കയറി വരുന്നതാണ്. പിന്നെ ഞാൻ തേയിലത്തോട്ടമല്ലേ, നമ്മുടെ തേയിലത്തോട്ടത്തിൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ചു വരുന്നതാണ്. തേയിലത്തോട്ടത്തിൻ്റെ അവിടെ നമുക്ക് കയറാൻ കിട്ടി. പിന്നെ നമ്മൾ റോസിൻ്റെ ഐറ്റംസ് കൊടുത്തില്ലേ, റോസ് ഗാർഡനാണിത്, റോസ് ഗാർഡൻ. അപ്പോൾ അവിടെ ഫുൾ പൂക്കളാണ്. കണ്ടാ നിങ്ങൾ കണ്ടില്ലേ, തുടക്കം മുതൽ ഇങ്ങനെ വിടാണ്ട് വെച്ചേക്കാണ് പൂക്കൾ. നിങ്ങളവിടെ നീങ്ങി നോക്കിയേ, നീങ്ങുണ്ട് പോട് ചെടികൾ നിറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഒരു ക്യാറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്, അതൊക്കെ ആണത് ക്യാറ്റ്. നോക്കട്ടെ ക്യാറ്റ് ഉണ്ടാവും. ഇങ്ങനെ ക്യാറ്റ് ഉണ്ട് അവിടെ. അങ്ങനത്തെ ക്യാറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇങ്ങനെ വേണ്ടിയിരിക്കും, നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ആ കാറ്റത്തിൻ്റെ പ്രത്യേകത. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതേ എടുത്ത് തന്നെ ഉണ്ട് ആ കയറ്റം. ഇതേ ഫുള്ള് ഇതുപോലത്തെ പൂകൾ, ഗ്രാസും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. കണ്ട, നിങ്ങൾ കണ്ടില്ലേ, ഫുൾ ചെടികളാണ്. അങ്ങനെ ഞാൻ അവിടെ കണ്ട ഒരു ഇതുപോലത്തെ അതാണ് ഒരു ചെടിയാണ്. എനിക്ക് ചെടീനെ കുറച്ചറിയില്ല. അതെ, ഇതാണ് ക്യാറ്റ്. നമ്മുടെ സ്പീഡിനിറക്കും. ചെറുതാണെന്ന് തോന്നുന്നു വെച്ചാൽ ഇങ്ങനെ നമ്മൾ ബ്രേക്ക് ഇടാണ്ട് ഇറക്കി പോണത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇതൊരു ചെടീൻ്റെ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യണം. മേലക്ക് ഫുൾ ചെടികളാണ് കൊടുത്തേക്കുന്നത്. കണ്ട ഇതുപോലെ, അതുകൊണ്ട് അവിടെ ഒരു തരി വെയിലില്ല. കണ്ട അവിടെ തടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കണ്ട അവിടെ കുറച്ച് അങ്ങനെ ഉണ്ട്. അത് പിന്നെ വെയിലുള്ള സ്ഥലമാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് അവിടെ തന്നെ കുറേ നേരം. പിന്നെ അവിടെ ഒരു ഇറക്ക് ഞാൻ പെട്ടെന്ന് കണ്ട്. അപ്പോൾ ഞാൻ ഇറക്കി ചെന്നപ്പോൾ അതെ കണ്ടോ ഇതുപോലത്തെ ഒക്കെ ഉണ്ട്. കണ്ടോ ഫുൾ ചെടികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു മലമുകളൊക്കെ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്കും. നിങ്ങൾ കണ്ടോട്ടോ, കണ്ടാ ഇതാണ് മോനെ, പൊളിയാണ്. ഇപ്പോൾ കുറേ ടൈമായിട്ടുണ്ട്, പക്ഷെ എന്നാലും മഞ്ഞ് അങ്ങോട്ട് പോയിട്ടില്ല. അതെ, ഞാൻ പിന്നെ ഇതുപോലത്തെ സ്റ്റെപ്പാട്ടാ, അത് കയറാൻ ഭയങ്കര പാടാണ്. പക്ഷേ കല്ല് വെച്ച് ചെയ്തോണ്ടേ അങ്ങോട്ട് വീഴുകൾക്ക് ഞാൻ പക്ഷെ സ്പീഡിൽ കയറുന്നുണ്ട്. സൈക്കിള് കണ്ടേ, അതിലും ചെടികളാണ്, എല്ലാത്തിലും ചെടികളാണ് നിറച്ച് വെച്ചേക്കാണ്. പിന്നെ കണ്ടായത് ഇത് നമ്മളിപ്പം മേലെയാണ് കുറച്ച്. ഇതിൻ്റെ അടികൾ നമ്മൾ നടന്നുകൊണ്ടിരുന്നിട്ട് ആ മേലൊരു ഞാൻ പറഞ്ഞില്ലേ വെയിലില്ല എന്നൊക്കെ സ്ഥലം, അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. ഇതാണ് അവിടെ ചെറിയൊരു ഫിഷ് ഉണ്ട്, ഞാൻ കണ്ടു. ബ്ലാക്ക് ഫിഷ് ഉണ്ട്, അത് നീന്തൽ ഞാൻ കണ്ടു. പക്ഷേ അവിടെ വലിയ ആൾക്കാർക്ക് ഒന്നും കയറാൻ പറ്റില്ല, അത് ചെറിയ കിഡ്സിന് മാത്രം കയറാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ മാത്രം കയറി. പിന്നെ ഞാൻ പോണ വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. അവിടെ നമുക്ക് നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കാണാം, ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അടി കാണുന്നത് നിങ്ങൾ നോക്ക്. പിന്നെ നമ്മൾ പോകുമ്പോൾ ഇതുപോലത്തെ വെള്ളച്ചാട്ടം ചെറുതുണ്ട്, ഇതിൻ്റെ വലിയ വെള്ളച്ചാട്ടം വരുമ്പോൾ ഉണ്ട്. പക്ഷെ ഇത് ഞാൻ ഉറങ്ങിപ്പോയോണ്ട് വേറെ വെള്ളച്ചാട്ടം ഒന്നും കണ്ടില്ല. അപ്പോൾ എല്ലാവരും കുറച്ച് ഉറങ്ങി ക്ഷീണിച്ചിട്ട്. പിന്നെ ഈ മാംഗോ
അതായത് ഇവരിട്ടിട്ട് ഞാൻ പിന്നെ ഉറങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ദേ ഉറങ്ങി. ഉമ്മേനെക്കാട്ടി മുമ്പ് എണീച്ച്. അതുകൊണ്ടാണ് ഉമ്മി വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. ഞാൻ ഉറങ്ങിയെന്നൊക്കെ കണ്ട. ഞാൻ നല്ല ഉറക്കത്തിനാണ് ഗൈസ്. പിന്നെ ഞാൻ ഒരു ചെറിയൊരു ഇതുപോലത്തെ ഒരു കടയിലെത്തി. ഇങ്ങനെ ആടുന്നൊരു കസാര ഞാനിരുന്നോ ആടി, കുറേ നേരം ആടി. ഞാനിവിടെ മാത്രം ആടി. അവിടെ കുറേ ഫർണിച്ചർ ഉണ്ടായിരുന്നു, ദിവാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും നോക്കിയില്ല. ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ റെസ്റ്റോറൻറ്റിൽ കയറി. അങ്ങനെ എനിക്ക് ഭയങ്കര വിശപ്പ്. ഞാൻ അവിടുന്ന് ഫുഡും വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുക. പിന്നെ ലാസ്റ്റ് ഇവിടെ ഒരു ഫോട്ടോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ലാസ്റ്റ് ഫുഡ് എത്തിയപ്പോൾ നമ്മൾ രാത്രി ആയിട്ടുണ്ട് ടൈം. അപ്പോൾ നമ്മൾ നമ്മുടെ ഇതിലെ എന്താണ് പേര് വൈമാളി എത്തിയിട്ടുണ്ട്. വൈമാളി ഞാൻ അവിടെ നിന്ന് ഓടി കളിച്ച്. പിന്നെ ഞാൻ ചെറിയൊരു ഷൂസ് കട കണ്ടു. അവിടെയാണെങ്കിൽ ഉമ്മിക്ക് വേറെ ഷൂസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വാൽ തുറക്കണ്ടേന്ന് ചോദിച്ചു. പിന്നെ വാൽ തുറന്നു പറഞ്ഞു. അതുപോലെ കൺസെൻസ് ഉണ്ടാകുന്ന അറിയില്ലല്ലോ നമ്മൾ. നമുക്ക് കണ്ട് തുറക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തുറന്നു. ഞാൻ നേരെ ഓടിട്ടാൻ ടേച്ചറിൻ്റെ മേലെ കേട്ടോ ഗൈസ്. കണ്ട് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയിട്ട് ഞാൻ ഉറങ്ങിപ്പോയി ഗൈസ്. ഞാൻ ഈ വണ്ടിയിൽ നിന്ന് തന്നെ ഉറക്കമായിരുന്നു. നമ്മൾ ഇത്രയുള്ള 3-6 എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും അലീം ബ്ലോഗ്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽറ്റൊക്കെ അടിച്ച് പൊട്ടിക്കുക ഗൈസ്. അപ്പോൾ ബൈ ബൈ. അലീം ബ്ലോഗ്സ്.